അയാളുടെ കണ്ണിൻ്റെ ഒരു രോമം എണീറ്റ് നിന്നിട്ട് അള്ളാഹുവിനോട് പറയും അത്രേ. തഫ്സീർ ഇബ്നു അജീബ് അൽ ബഹറുൽ മദീദ് വിശദീകരിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറഞ്ഞോളി. ഇയാൾ നിന്നെ ഓർത്തിട്ട് ഒരു ദിവസം കരഞ്ഞപ്പോൾ ആ കണ്ണീരെൻ്റെ മുകളിലൂടെ പോയിട്ടുണ്ട്. ആ നന്മ, ആ രോമം നന്മയുടെ തട്ടിൽ വന്ന് നിൽക്കുന്നു. അയാൾ വിജയിക്കുന്നു, അയാൾ സ്വർഗത്തിലേക്ക് എത്തുന്നു. ആ ആഖിറം ഒന്ന് നമ്മൾ ഓർമ്മിച്ച് ജീവിക്കണം. ഈ വിരലുകളൊക്കെ സംസാരിക്കൂലേ? ശരിക്കും പറഞ്ഞാൽ സംസാരിക്കൂലേ? ഒരു 18, 19, 20, 21 വയസ്സിലൊക്കെ മരിച്ച വല്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഉണ്ടെങ്കിൽ ആഖിറത്തിലെത്തിയ എന്താ ഇപ്പോൾ വായിക്കേണ്ടി വരിക? 18ാം വയസ്സിൽ ആക്സിഡൻറ്റിൽ മരിച്ചു. നീ എങ്ങനെ മരിച്ചു എന്നുള്ളതൊന്നും ഇവിടെ വായിക്കണ്ട. ആ 18 വയസ്സിൻ്റെ ഉള്ളിലുള്ളത് വായിക്കുക. ഇഖ്റ കിതാബ്. 15ാം വയസ്സിലാണ് പ്രായപൂർത്തി. അതൊന്നും വായിക്കേണ്ട. ആ 3 കൊല്ലം, ആകെ 3 കൊല്ലമാണ് വായിക്കുക. ആകെ 3 കൊല്ലമാണ് ജീവിച്ചത്. 3 കൊല്ലത്തിൻ്റെ ഇടയിൽ ചെയ്തു തീർത്ത കാര്യങ്ങൾ